ഈ ഒരു ഐസ്ക്രീം പോട്ട് വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. ഈ ഒരു ഐസ്ക്രീം പോട്ടിന് പുറകിലൊരു കഥയുണ്ട്. എന്താണെന്നല്ലേ, 2 വർഷം മുമ്പ് ഞാനൊരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കൊണ്ടോട്ടി മെറിവേൾഡ് പോയി അന്ന് ആരോ ഒന്ന് കഴിച്ച് വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം പോട്ടാണ് കേട്ടോ ഇത്. ആ ഒരു പോട്ട് എൻ്റെ കണ്ണ് പെട്ടപ്പോഴേ ഞാനതെടുത്ത് കഴുകി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം ഷെൽഫിനകത്ത് ഇരുട്ടിൽ കഴിഞ്ഞ് ഇവനെ ഇന്നാണ് പകൽ വെളിച്ചം കാണിക്കാൻ വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ തെന്നി മാറിപ്പോയി. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഫ്ലോറൽ വയർ എടുത്തിട്ട് പിന്നെ വേണ്ടത് മാസ്കിൻ ടാപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുമ്പെങ്ങാനോ നമ്മുടെ ചാനലിൽ തന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്ലോറൽ വയറിലേക്ക് ഒരു മാസ്കിൻ ടാപ്പ് ചുറ്റി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു ലീഫിന്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പിയിൽ മുഴുവൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവരെ എല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പെയിന്റും ബ്രഷൊക്കെ എടുക്കാനുള്ള മടിക്ക് ഞാനിവിടെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഇത് അതുപോലെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഒരു എൻ്റെ വശമൊക്കെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഷ് പെന്നും സ്കെച്ചും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പണിയൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മുടെ മെയിൻ താരം നമ്മുടെ പോട്ടാണ്. ഈ ഒരു പോട്ടിനകത്തേക്ക് കുറച്ച് പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനത്തെ ആ പേപ്പറും അതുപോലെ തന്നെ കുറച്ച് തെർമോക്കോളിൻ്റെ പീസും എല്ലാം അതിനകത്തേക്ക് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഓരോന്നും ഇതിനകത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഒറിജിനാലിറ്റി ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഒന്ന് വളച്ചും ഒടിച്ചും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.